ചായയൊക്കെ റെഡിയായിരുന്നു. ഇച്ചിരി നേരമായി ചായയൊക്കെ ഇട്ടിട്ട്. എനിക്കങ്ങനെ ചൂടോടെ വേണമെന്നില്ല, ഇച്ചിരി തണുത്തിട്ട് മതി. അവർക്കൊക്കെ ചായ കൊടുത്ത്. അപ്പം ഞാനും ഇവിടെ ചായ എടുത്ത് കുടിക്കാനായിട്ട് എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇച്ചിരി റാഗി പൗഡറും ഇച്ചിരി ഗോതമ്പ് പൊടിയും ഇച്ചിരി ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, നിങ്ങൾ എന്തെങ്കിലും ഇതെന്തോ പുട്ടാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ കുഴച്ചത് ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചുകൂടി ഇതുപോലെ ലൂസായിട്ട് കുഴച്ചെടുക്കണം. വളരെ പെട്ടെന്ന് ഈ രീതിയിലാകുമ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് വേറെ രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. ചോറൊക്കെ അരച്ചും ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇത് ഇച്ചിരി കുഴച്ചിട്ട് കുറച്ചുകൂടെ ഇച്ചിരിയും കൂടെ ഡ്രൈ പൗഡർ ഇട്ട് കുറച്ചുകൂടെ ലൂസാക്കി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ഞാൻ ചട്നി അരയ്ക്കുന്ന ജാറാണ് എടുത്തേ. അതിലേക്ക് ഇച്ചിരി ലൂസായ മാവിട്ടിട്ട് പിന്നെ ഡ്രൈ പൗഡർ കൂടി ഇട്ട് പൾസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ചെയ്ത് വരുന്ന ഉടനെ ഒന്നീ ഡ്രൈ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ വെറ്റായി നമ്മൾ ഈ ലൂസായിട്ട് കുഴച്ച മാവ് ഇട്ട് കൊടുക്കണം. അതേസമയം കുഴഞ്ഞ് വരുവാണെങ്കിൽ ഡ്രൈ പൗഡർ ഇട്ടിട്ട് പൾസ് ചെയ്യണം. അങ്ങനെ പൾസ് ചെയ്ത് എല്ലാം ഞാനിങ്ങനെ ഒരു പാത്രത്തിലാക്കിയിട്ട് നന്നായി കൈ കൊണ്ടൊന്ന് ഞെവിയിട്ട് ഒരു 10 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഇതേ പ്രൊസീജിയർ രാത്രി ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് രാവിലെ അത് ഉണ്ടാക്കാൻ നല്ല സോഫ്റ്റായ പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ രീതിയിലാകുമ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്നതിനേക്കാൾ എനിക്ക് ഇതാണ് എളുപ്പം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ട് അതിനുശേഷം ഞാൻ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതെല്ലാം ഇട്ട് നന്നായി ഒന്നിച്ചിരി പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. കടല ഞാനിവിടെ കുക്കറിൽ വേവിച്ചെടുത്തായിരുന്നു. അതിലേക്ക് നമ്മൾ ചൂടാക്കിയ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ലാസ്റ്റിൽ കടുക് വറുത്തെടുത്താൽ മതി. ഇവിടെ ചിലർക്ക് കറി കൂട്ടി കഴിക്കുന്ന ഇഷ്ടം, ചിലർക്ക് ഹസ്ബൻഡിന് തേങ്ങ ചേർത്ത് കഴിക്കുന്ന ഇഷ്ടം. അപ്പം 2 സൈഡിലും തേങ്ങയൊക്കെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് തോരൻ വെക്കുന്നത് ചെറുപയർ തോരനാണ് വെക്കുന്നത്. അപ്പം ചെറുപയറൊന്ന് ഞാൻ കുക്കറിൽ ഒരു വിസിലടിച്ചൊന്ന് വേവിക്കുവേ. അങ്ങനെ പയർ ഞാൻ കുക്കറിൽ വെച്ചു. പിന്നെ മോര് കാച്ചാനായിട്ട് തേങ്ങയൊന്നും ചേർക്കാത്ത ഓട്ടമോരാണ് ഉണ്ടാക്കുന്നത്. അത് മോരൊക്കെ ഇപ്പം റെഡിയായി. ലാസ്റ്റിൽ ഞാൻ കടുക് കൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. ഇവിടെ മോരുകറി, ഇവിടെ എൻ്റെ മൂത്ത മോന് എപ്പോഴും മോരുകറി വേണം. അപ്പം പയറൊക്കെ വെന്തായിരുന്നു. ഞാൻ പിന്നെ ചീനച്ചട്ടി വെച്ചതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് ഇത്തിരി സവാളയും തേങ്ങയും ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ അകത്ത് പയറൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പയർ കുറച്ചുകൂടെ ഒന്ന് വേവണമായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു. ഇപ്പം നന്നായി എല്ലാം വേവുമൊക്കെ ചെയ്ത് ഇപ്പം നമ്മുടെ പയർ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.